ശ്രീനാരായണ ഗുരു. ചെമ്പഴന്തിയിലെ കുട്ടി. ഒരു കുട്ടി ജാതി വ്യവസ്ഥയുടെ നിഴലിൽ വളരുമ്പോൾ അവൻ ഒരു ദിവസം ഒരു സമൂഹത്തിന്റെ ആത്മബോധം തന്നെ മാറ്റിയേക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം അതിന്റെ കഥയാണ്. ഒരു കാലത്തിന്റെ പശ്ചാത്തലം. ശ്രീനാരായണ ഗുരുവിനെ മനസ്സിലാക്കാൻ ആദ്യം അദ്ദേഹത്തിന്റെ ജനനസ്ഥലവും കാലവും മനസ്സിലാക്കണം. 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലെ കേരളം കടുത്ത ജാതി വ്യവസ്ഥയുടെ നിയന്ത്രണത്തിനായിരുന്നു. മനുഷ്യന്റെ ജനനം തന്നെയായിരുന്നു അവന്റെ സാമൂഹിക സ്ഥാനം നിർണയിച്ചിരുന്നത്. ആരെ തൊടാം, ആരുടെ അടുത്തേക്ക് പോകാം, ആരാണ് പൊതുവഴിയിലൂടെ നടക്കേണ്ടത്, ആരാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടത്, ആരാണ് പഠിക്കേണ്ടത്, ഇതെല്ലാം ജാതിയുടെ പേരിൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന കാലം. ഇത് ഒരു വിശ്വാസ രീതിയിലോ ആചാരത്തിലോ മാത്രം ഒതുങ്ങിയിരുന്നില്ല. ശരീരത്തിലും വഴിയിലും വസ്ത്രത്തിലും തൊഴിൽ രീതിയിലും വിദ്യാഭ്യാസ അവകാശത്തിലും പതിഞ്ഞിരുന്ന സാമൂഹിക അധികാരക്രമമായിരുന്നു അത്. ഈ ലോകത്താണ് ചെമ്പഴന്തിയിലെ കുഞ്ഞ് ജനിച്ചത്. പിന്നീട് ആ കുഞ്ഞ് കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. വയൽവാരം വീട്ടിലെ നാണു. തിരുവനന്തപുരം നഗരത്തിന് സമീപമുള്ള ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലാണ് നാരായണൻ ജനിച്ചത്. ജനന തീയതിയെക്കുറിച്ച് വിവിധ രേഖകളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. 1856 ഓഗസ്റ്റ് 20, 22, 28 എന്നീ തീയതികൾ കാണപ്പെടുന്നു. അതിനാൽ ഇവിടെ ഉറപ്പോടെ പറയാവുന്നത് ഇത്രയാണ്: 1856 ചെമ്പഴന്തിയിലാണ് നാരായണൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മാടനാശാനും കുട്ടിയമ്മയും ആയിരുന്നു. പിന്നീട് ലോകം ശ്രീനാരായണ ഗുരു എന്ന് ആദരിച്ച ആ കുഞ്ഞിനെ വീട്ടുകാർ സ്നേഹത്തോടെ വിളിച്ചത് നാണു എന്നായിരുന്നു. മാടനാശാൻ കർഷകനായിരുന്നു. എന്നാൽ കൃഷിയിൽ മാത്രം ഒതുങ്ങിയ വ്യക്തി അല്ലായിരുന്നു അദ്ദേഹം. കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ആശാനുമായിരുന്നു. സംസ്കൃതം, ആയുർവേദം, ജ്യോതിഷം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നുവെന്ന് ജീവചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നു. നാട്ടുകാർ അദ്ദേഹത്തെ കുടിപ്പള്ളിക്കൂടം ആശാൻ എന്ന് വിളിച്ചിരുന്നതായും രേഖകളുണ്ട്. അതുകൊണ്ട് വയൽവാരം വീട് ഒരു സാധാരണ കുടുംബ വീട് മാത്രമായിരുന്നില്ല. ഒരു വശത്ത് ഗ്രാമജീവിതവും കൃഷിയും, മറ്റൊരു വശത്ത് പഠനവും ഭാഷയും പാരമ്പര്യവും. ഈ രണ്ട് ലോകങ്ങൾ അവിടെ ഒരുമിച്ച് നിലനിന്നു. കുട്ടിയമ്മയെക്കുറിച്ച് ലഭ്യമായ രേഖകൾ കുറവാണ്. അതിനാൽ സ്ഥിരീകരിക്കാത്ത കുടുംബകഥകൾ കൂട്ടിച്ചേർക്കാതെ ഉറപ്പുള്ള വിവരങ്ങൾക്കുള്ളിൽ നിന്നു തന്നെ അവരെ അവതരിപ്പിക്കണം. നാണുവിന് 3 സഹോദരിമാരുണ്ടായിരുന്നുവെന്നും രേഖകളിൽ കാണുന്നു. നാണുവിന്റെ ബാല്യം 2 ലോകങ്ങളുടെ സംഗമമായിരുന്നു. കൃഷിയുടെയും ഗ്രാമജീവിതത്തിന്റെയും യാഥാർത്ഥ്യം, പഠനത്തിന്റെയും ഭാഷയുടെയും പാരമ്പര്യം. ഈ 2 ലോകങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ ബോധം രൂപപ്പെട്ടത്. മാതാപിതാക്കൾ നൽകിയ ആദ്യ പാഠം. മാടൻ ആശാനിൽ നിന്ന് നാണുവിന് ലഭിച്ചത് അക്ഷരജ്ഞാനം മാത്രം ആയിരുന്നില്ല. കഥ പറയുന്ന പാരമ്പര്യം, ഭാഷയോടുള്ള അടുപ്പം, ചോദ്യങ്ങളിലൂടെ അറിവിലേക്ക് പോകുന്ന ശീലം, നാട്ടുജീവിതത്തെ അടുത്തറിയുന്ന അനുഭവം, ഇവയെല്ലാം ആ വീട്ടിലെ ആദ്യ പാഠങ്ങളായിരുന്നു. രാമായണവും മഹാഭാരതവും പോലുള്ള കൃതികൾ നാട്ടുകാർക്ക് പറഞ്ഞുകൊടുക്കുന്ന പിതാവിന്റെ അന്തരീക്ഷത്തിലാണ് നാണു വളർന്നതെന്ന് ചില ജീവചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നു. പിന്നീട് ഗുരുവിന്റെ ഭാഷയിൽ കാണുന്ന ലാളിത്യത്തിനും ജനകീയതയ്ക്കും ഈ വാചിക പാരമ്പര്യവുമായി ബന്ധമുണ്ടെന്ന് വായിക്കാം. ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ഗുരുവിന്റെ കൃതികൾ പണ്ഡിതർക്കായി മാത്രം എഴുതപ്പെട്ടവയല്ല. സാധാരണ മനുഷ്യർക്കും ചൊല്ലാനും ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാഷ രൂപപ്പെട്ടത്. പിന്നീട് ദൈവദശകം പോലൊരു കൃതി കുട്ടികളിലേക്കും കുടുംബങ്ങളിലേക്കും പൊതുജനങ്ങളിലേക്കും എത്തിയത് ഈ ഭാഷാപരമായ ജനാധിപത്യത്തിന്റെ ശക്തി കൊണ്ടാണ്. കുട്ടിയമ്മയെക്കുറിച്ചുള്ള രേഖകൾ കുറവായിരുന്നാലും നാണുവിന്റെ ബാല്യം കുടുംബസ്നേഹവും പഠനവും പാരമ്പര്യവും ഗ്രാമജീവിതവും ചേർന്ന അന്തരീക്ഷത്തിലായിരുന്നു എന്ന് പറയാം. അതിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മനുഷ്യബോധം രൂപപ്പെട്ടത്. അറിവുള്ള വീട്ടിനു ചുറ്റുമുള്ള അസമത്വം. കുടുംബത്തിൽ
പഠനമുണ്ടായിരുന്നു, എന്നാൽ സമൂഹത്തിൽ സമത്വമുണ്ടായിരുന്നില്ല. ഒരു വീട്ടിൽ കഥകളും ശാസ്ത്രഗ്രന്ഥങ്ങളും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതേ സമൂഹത്തിൽ ജന്മത്തിൻ്റെ പേരിൽ ചിലർക്ക് പഠിക്കാനാവില്ലായിരുന്നു, ചിലർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനാവില്ല, ചിലർക്ക് പൊതുവഴിയിലൂടെ സ്വാതന്ത്ര്യമായി നടക്കാനാവില്ല, ചിലരുടെ ശരീരം തന്നെ അശുദ്ധം എന്ന പേരിൽ അടയാളപ്പെടുത്തപ്പെട്ടു. ഇതാണ് നാണുവിൻ്റെ ബാല്യത്തിലെ അടിസ്ഥാന വൈരുദ്ധ്യം. അറിവ് മനുഷ്യനെ ഉയർത്തണം, എന്നാൽ ജാതി വ്യവസ്ഥ അറിവിനെയും അധികാരത്തിൻ്റെ ഉപകരണമാക്കി. ഈ വൈരുദ്ധ്യം പിന്നീട് ഗുരുവിൻ്റെ ചിന്തയിൽ നിർണായകമായി. അറിവ് ചിലരുടെ സ്വകാര്യ സ്വത്തല്ല, മനുഷ്യരെ മോചിപ്പിക്കേണ്ട ശക്തിയാണ് എന്ന നിലപാടിലേക്കാണ് അദ്ദേഹം വളർന്നത്. ഗുരുവിൻ്റെ ജീവിതത്തെ ഒരു അദ്ഭുത കഥയായി അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ചരിത്ര പ്രാധാന്യം കുറയ്ക്കും. അദ്ദേഹം ആകാശത്തിൽ നിന്ന് ഇറങ്ങിയ ഒരാളായിരുന്നില്ല. ഒരു പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ ജനിച്ച, ആ സാഹചര്യത്തെ മനസ്സിലാക്കി ഒടുവിൽ അതിനെ മാറ്റാനുള്ള വഴികൾ സൃഷ്ടിച്ച മനുഷ്യനായിരുന്നു. അച്ഛനിൽ നിന്ന് നാണു അറിവിൻ്റെ വാതിൽ കണ്ടു. അമ്മയിൽ നിന്ന് കുടുംബത്തിൻ്റെ മാനുഷിക ചൂട് അറിഞ്ഞു. സമൂഹത്തിൽ നിന്ന് അസമത്വത്തിൻ്റെ ക്രൂരത കണ്ടു. ഈ 3 അനുഭവങ്ങൾ ചേർന്നാണ് പിന്നീട് ശ്രീനാരായണ ഗുരുവിൻ്റെ ലോകദർശനം രൂപപ്പെട്ടത്. നാണു ഒരു ഭാവിയുടെ തുടക്കം. നാണുവിൻ്റെ ബാല്യത്തിൽ തന്നെ പഠനത്തോടുള്ള അടുപ്പവും ചോദ്യശേഷിയും പ്രകടമായിരുന്നു. പിന്നീട് അദ്ദേഹം മലയാളവും സംസ്കൃതവും ഉൾപ്പെടുന്ന പഠനത്തിലേക്ക് നീങ്ങി. വേദാന്തം, കാവ്യം, ഔഷധവിദ്യ, ആത്മീയ ചിന്ത, പല മേഖലകളിലേക്കും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വ്യാപിച്ചു. എന്നാൽ ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കേണ്ടത് ഇതാണ്: അദ്ദേഹം പഠിച്ചത് സ്ഥാനം നേടാനല്ല, ലോകത്തെ മനസ്സിലാക്കാനായിരുന്നു. മനുഷ്യർ തമ്മിൽ വേർതിരിവ് എന്തുകൊണ്ട്? മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ താഴ്ത്തുന്നത് എങ്ങനെ ന്യായീകരിക്കപ്പെടുന്നു? ആരാധനയും അറിവും ചിലരുടെ മാത്രം അവകാശമാകുന്നത് എന്തുകൊണ്ട്? ഇത്തരം ചോദ്യങ്ങളാണ് പിന്നീട് ഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറിയത്. അതിനാൽ നാണുവിൻ്റെ ബാല്യം വെറും ഒരു മഹാന്റെ ബാല്യകാല കഥയല്ല, ഒരു സാമൂഹിക ചിന്തകൻ രൂപപ്പെടുന്ന പ്രാരംഭ ചരിത്രമാണ്. ചെമ്പഴന്തിയിലെ കുട്ടിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ നിന്നാണ് അത് ആരംഭിക്കുന്നത്. മാടനാശാനും കുട്ടിയമ്മയും നൽകിയ കുടുംബാന്തരീക്ഷത്തിൽ വളർന്ന നാണു ജാതി വ്യവസ്ഥയുടെ കടുത്ത യാഥാർത്ഥ്യം നിറഞ്ഞ ഒരു സമൂഹത്തെ കണ്ടു. പഠനം അദ്ദേഹത്തിന് ഭാഷയും ചിന്തയും നൽകി. എന്നാൽ പഠനം മാത്രം മതിയാകില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അറിവ് സമൂഹത്തെ മാറ്റിയില്ലെങ്കിൽ അത് അപൂർണമാണ്. പിന്നീട് നാണുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പഠനം, അധ്യാപനം, തൈക്കാടയ്യ, ചട്ടമ്പി സ്വാമികൾ, വിവാഹം, സഞ്ചാരം, മരുത്വാമലയിലെ ആത്മാന്വേഷണം എന്നിവയാണ്. അവിടെ നിന്നാണ് നാണുവിൻ്റെ ജീവിതം സ്വകാര്യ അന്വേഷണത്തിൽ നിന്ന് സാമൂഹിക ദൗത്യത്തിലേക്ക് മാറുന്നത്. ചെമ്പഴന്തിയിലെ ഒരു വീട്ടിൽ ജനിച്ച കുട്ടി ഒരു ദിവസം കേരളത്തോട് ചോദിച്ചു, മനുഷ്യൻ്റെ ജന്മം അവൻ്റെ മൂല്യം നിർണയിക്കുമോ? ആ ചോദ്യത്തിന് ജീവിതം കൊണ്ട് മറുപടി പറയാനായിരുന്നു ഗുരുവിൻ്റെ യാത്ര. അടുത്ത എപ്പിസോഡിൽ നാണു ആശാൻ, ആദ്യ പഠനം, അധ്യാപനം, അറിവിൻ്റെ സാമൂഹിക അർത്ഥം. കാത്തിരിക്കുക.